عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم كن في الدنيا كأنك غريب أو عابر سبيل واعلموا أمة محمد. اللهم صل وسلم عليه. അള്ളയെ മാത്രം കൊള്ളടോ മറ്റതല്ലതും റോട്ടിൽ തള്ളടോ. അള്ളയുണ്ടെങ്കിലുണ്ട് സർവ്വതും ഇല്ലെങ്കിലൊന്നുമില്ലടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പാമ്പിനെ ഭയക്കുന്നപ്പോൾ നിൻ റബ്ബിനെ ഭയക്കണ്ടടോ. വാപ്പയെ പ്രിയം വെച്ച രീതിയിൽ റബ്ബിനെ പ്രിയം വെക്കടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എണ്ണീലെണ്ണ പോൽ കള്ളിൽ ഹരി പോൽ പാലിൽ വെണ്ണ പോൽ നിന്നിലും ഉള്ള റബ്ബിനെ മറ്റവീടയും തേടി നേരം കൊല്ലണ്ടടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കരുണക്കടലിനെ നരകമാക്കുന്ന നീതിശാസ്ത്രങ്ങൾ കൊള്ളടോ. മധുരത്തെ നിന്നും കൈപ്പൂരസമെന്നു പറയും വേണ്ടിയ വെടിയടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ ഈ മുബാറക്കായ മജ്‌ലിസിന് പ്രാർത്ഥന കൊണ്ട് തുടക്കം കുറിച്ച് തന്ന ഈ നാട്ടിൽ ആത്മീയ ചലനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആദരണീയനായ ഉസ്താദ് സഹർ അലി ദാരിമി ഉസ്താദ് അവർകൾ, എന്നെ കേൾക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, ജല്ല ജലാലായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മുബാറക്കായ മജ്‌ലിസ് നമ്മിൽ നിന്ന് പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ. നമ്മളിവിടെ പറയുന്നതും കേൾക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട അവൻ തൃപ്തിപ്പെട്ട ഒരു കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ഈ മജ്‌ലിസിലേക്ക് കടന്നു വന്നിട്ടുള്ളത് നീറുന്ന പ്രശ്നങ്ങളുമായിട്ടാണ്. അർഹമുർ-റഹീമായ റബ്ബേ, ഞാൻ റൂമെന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു സഹോദരൻ തന്റെ പെങ്ങളുടെയും തന്റെ ഉമ്മയുടെയും ഒരു കാര്യം പറഞ്ഞിട്ട് പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ആ പെങ്ങളുടെ മൂക്കിൽ നിന്ന് വല്ലാതെ രക്തം ഇങ്ങനെ വലിക്കുന്നുണ്ട്. അർഹമുർ-റഹീമായ റബ്ബേ, നീ കാമിലായ ആജിലായ ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ബോധത്തോടുകൂടെ സബോധത്തോടുകൂടെ
വേണ്ടിയിട്ടാണ് ആ സഹോദരൻ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചത്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ എന്ത് മുറാദാണെങ്കിലും പടച്ചവനെ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഈ സഹോദരന്മാരും ഈ സഹോദരിമാരും ഒക്കെ അവരുടെ വീടുകളിൽ നിന്ന് ഈ മജ്‌ലിസ് വരെ എടുത്തു വെച്ച കാൽപാദങ്ങൾ അല്ലാഹുവേ നാളെ നിന്റെ ഹശറിലേക്ക് വരുമ്പോൾ നന്മതിന്മകൾ തൂക്കപ്പെടുന്ന തുലാസിൽ തൂക്കുമ്പോൾ ഹസനത്തിന്റെ ഏടുകൾ റബ്ബേ കനമേറെയാക്കണേ റബ്ബേ. അതിനാ കാൽപാദങ്ങൾ കാരണമാക്കി തീർക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഇന്നലെ ലേലം ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ പടച്ചവനെ നിന്റെ ഹബീബിന്റെ മദദ് പറഞ്ഞപ്പോ ദുആ ചെയ്തു കൊടുത്തപ്പോ അല്ലാഹുവേ നിന്റെ റഹ്മത്തിന്റെ കവാടത്തിലേക്ക് കൈ നീട്ടിയപ്പോ പലരും ലേലം ചെയ്തെടുത്തു. അല്ലാഹുവേ നിശ്ചിത സംഖ്യ പറഞ്ഞ് ഞാൻ വിളിച്ചു. അല്ലാഹുവേ ഒരു മടിയും കാണിക്കാതെ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞ വാശിയോടെ എടുത്ത സഹോദരന്മാര് സഹോദരിമാര് അല്ലാഹുവേ അവരെയൊക്കെ നീ ഖബൂൽ ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ ഇന്നലെ പറഞ്ഞതാണ് എന്റെ ഏത് സദസ്സിലും അവർക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുമെന്ന്. ആ ഒരു ദുആ പടച്ചവനെ അവർക്ക് നീ നൽകണേ റഹ്മാനെ. ഇതിന്റെ ഒരു ഭാഗം ആ സഹോദരന്മാർക്കും സഹോദരിമാർക്കും നീ നൽകണേ റബ്ബേ. അല്ലാഹുവേ എല്ലാ നിലക്കും ഞങ്ങളുടെ ഈ ഖൈറ് അതിനൊരു കാരണമാക്കി നീ മാറ്റണേ റബ്ബേ. അല്ലാഹുവേ ഒന്നുമില്ലാത്ത ഞങ്ങൾ നാളെ നിന്റെ കോടതിയിലേക്ക് വരുമ്പോൾ നീ അൻസാറുകളെ സ്വീകരിച്ചതുപോലെ മുഹാജിറുകളെ സ്വീകരിച്ചതുപോലെ ഈ പാവപ്പെട്ട വിദ്യാദീപിന്റെ നൂറുൽ ഹുദാ അങ്കണത്തിൽ ഒരുമിച്ച് കൂടിയ ഈ സഹോദരന്മാരെയും സഹോദരിമാരെയും നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ അറിയണേ റബ്ബേ. നീ ഞങ്ങളെ എല്ലാവരെയും ഏറ്റെടുക്കണേ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ ബാക്കിലിരിക്കുന്നവരൊക്കെ മുമ്പ് കയറിയിരിക്കണം കേട്ടോ. ബാക്കിൽ പോയിട്ട് ആരും ഇരിക്കരുത്. റാഫി മുമ്പിൽ വന്നിരിക്കും എല്ലാവരും. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്ന റജുല ലയഖ്റുജു മിൻ മൻസിലിഹി, ഒരു വ്യക്തി അവന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു. വഅലൈഹി മിനൽ ദുനൂബി മിഥ്ലു ജിബാലി തിഹാമ, തിഹാമ പർവ്വതത്തിന് സമാനമായ ദോഷം അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ ദോഷിയായ തെറ്റുകാരനായ ഒരു വ്യക്തി അവന്റെ വീട്ടിൽ നിന്ന് അവൻ പുറപ്പെടുകയാണ്. എന്നിട്ട് ഇൽമിന്റെ വിജ്ഞാനത്തിന്റെ ഉത്പാദനത്തിന്റെ സദസ്സുകളിൽ അവൻ വന്ന് ഇരിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്ന ഇൽമ ശ്രദ്ധാപൂർവം കേട്ടു. ആ ഇൽമ അവൻ കേട്ടപ്പോൾ അവൻ അല്ലാഹുവിനെ ഭയപ്പെട്ടു. അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് മടങ്ങാനുള്ള മനസ്സവനക്ക് വന്നു. എന്നിട്ട് ആ വഅള് കഴിഞ്ഞ് ആ ഇൽമിന്റെ സദസ്സൊക്കെ കഴിഞ്ഞ് ആ വഅള് കഴിഞ്ഞ് അവനവന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വ്യക്തിയുടെ മേലിൽ ഒരു തെറ്റും കുറ്റവും അവശേഷിക്കുകയില്ല എന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഉറക്കച്ചൊല്ല് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, തിഹാമ പർവ്വതത്തോളം വരുന്ന തെറ്റുകൾ ചെയ്തവരും ഈ മജ്‌ലിസിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ എല്ലാതും അല്ലാഹു തആല പുറത്തു കൊടുക്കുകയാണ്. ഒരു ദോഷമൊഴികെ ഒരു ദോഷത്തിന് തൗബ അത്യാവശ്യമാണ്. ചെറുദോഷങ്ങൾ മുഴുവനും വെള്ള വസ്ത്രം മയുക്കിൽ നിന്ന് കൈകൾ വൃത്തിയാക്കുന്നത് പോലെ അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് സയ്യിദുനാ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, അതുകൊണ്ട് മക്കളെ ഫലാ തുഫാരിഖൂ മജാലിസൽ ഉലമാ, അതുകൊണ്ട് പണ്ഡിത സദസ്സുകളെ നിങ്ങൾ ഒഴിവാക്കരുത്. കാരണം എന്താ? ഫഇന്നഹു തആല ലം യഖ്ലുഖ അലാ വജ്ഹിൽ അർളി അക്റമ മിൻ മജ്ലിസിഹി, അല്ലാഹു തആല ഈ ഭൂമി ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ള ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു സൃഷ്ടിയാണ് ഇൽമിന്റെ സദസ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫലാ തുഫാരിഖൂ മജാലിസൽ ഉലമാ, പണ്ഡിതന്മാരുടെ സദസ്സുകൾ, ഉലമാക്കളുടെ സദസ്സുകൾ, ഇൽമു പറയുന്ന സദസ്സുകളൊന്നും നിങ്ങൾ ഒഴിവാക്കരുത് എന്ന് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ അനുയായികളോട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അത്രയും മഹത്വമായ ഒരു സദസ്സാണിത്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഇൽമിന്റെ മജ്‌ലിസിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഒരാള് ഇൽമ തേടി പുറപ്പെട്ടാൽ അവൻ തിരിച്ചുവിടുന്ന് പോകുമ്പോൾ അല്ലാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് കീഴടങ്ങി ലോകത്തിൽ നിന്ന് വേർപിരിയേണ്ടി വന്നാൽ അവൻ സ്വർഗത്തിലാണ്. അവരുള്ളതാണ്. മാത്രമല്ല ഇവിടുന്ന് പിരിഞ്ഞവന്റെ വീട്ടിൽ എത്തുന്നത് വരെ മാലാഖമാരവൻ അവരുടെ ചിറകുകളെ കൊണ്ട് പൊതിഞ്ഞു പിടിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ
അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഭാഗത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്നലെ ഒരു വിഷയം പറഞ്ഞു, അത് പറയാൻ ഞാൻ വിട്ടുപോയി. അതിൻ്റെ അടുത്ത് കൂടെ പോയിട്ട് വേറെ ചിന്തകളിലൂടെ കടന്നുപോയി. അസ്റായീലിനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആട്ടി പറഞ്ഞത് അത് പിന്നെ ഒരു സഹോദരൻ ചോദിച്ചു, അതെന്തേ ഉസ്താദെ പറയാത്തത്? അതിപ്പോ ഞാൻ പറയാണ്, അതിനു മുമ്പായിട്ട് പറയാണ്, ഏതൊരു പ്രവാചകനും മരിക്കുന്ന സ്ഥലത്ത് അവരുടെ ഖബറുണ്ടാവണം. അങ്ങനല്ലേ? ഏതൊരു പ്രവാചകനും എവിടെയാണോ മരണപ്പെടുന്നത് ആ സ്ഥലത്ത് അവരുടെ ഖബറുണ്ടാവണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ വെച്ചിട്ടാണ് മരണപ്പെട്ടത്? അന്നത്തെ രാത്രി, റസൂലിന്റെ അവസാനത്തെ ദിവസം, അവസാനത്തെ രാത്രി മൈമൂന ബീവിയുടെ വീട്ടിലാണ്. മൈമൂന ബീവി റളിയല്ലാഹു അൻഹ കാത്തു നിന്നു. അന്ന് മൈമൂന ബീവിയുടെ രാത്രിയായിരുന്നു. പക്ഷേ എല്ലാവരെയും വിളിച്ചിട്ട് സമ്മതം ചോദിച്ചിട്ട് ആയിഷ ബീവിയുടെ വീട്ടിൽ കിടന്നു. അവിടെ വെച്ചിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ മരണപ്പെടുന്നത്. റസൂലുള്ളാഹിന്റെ ഖബർ എവിടെയാ? ഖബർ എവിടെയാ? പറയ്. ആമിന ബീവിയുടെ വീട്ടിലാണ്. ആരത് പറഞ്ഞു? ആമിന ബീവിയൊക്കെ എപ്പോൾ മരണപ്പെട്ടു പോയി? ആയിഷ ബീവിയുടെ വീട്ടിലാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറുള്ളത്. അവിടെ രണ്ടുപേരെ മറവ് ചെയ്തു. ഒന്ന് റസൂലുള്ളാഹിനെയും അബൂബക്കർ സിദ്ദീഖിനെയും. പുറത്തൊരു സ്ഥലമുണ്ടായിരുന്നു വഹിച്ചിട്ടത്. അത് ആയിഷ ബീവിക്ക് അന്ത്യവിശ്രമം കൊള്ളാനുള്ള സ്ഥലമായിരുന്നു. പക്ഷേ ഉമർ ഖത്താബ് മരണപ്പെട്ടപ്പോൾ റളിയല്ലാഹു അൻഹു തന്റെ മോൻ അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങളെ പറഞ്ഞയച്ചിട്ട് സമ്മതം ചോദിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു ആയിഷ ബീവിയോട്. അങ്ങനെ ആയിഷ ബീവിയുടെ സമ്മതപ്രകാരമാണ് ഉമർ ഖത്താബിന് ആ സ്ഥലം നൽകപ്പെട്ടത്. ഏതാവട്ടെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അസ്റായീലിനോട് പറഞ്ഞു, അസ്റായീലെ, ഞാൻ ഇവിടെ വെച്ചല്ല, ഞാൻ ഇപ്പോഴുള്ള സ്ഥലത്ത് വെച്ചല്ല ഞാൻ മരണപ്പെടേണ്ടത്. ഞാൻ ബൈത്തുൽ മഖ്ദസിന്റെ ചാരെ പോകും. ആ സമയത്ത് നീ വന്നോളൂ, എന്റെ ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോയിക്കോളൂ. അവിടെയാണ് എന്റെ ഖബറുണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതാണ് കാരണം. മനസ്സിലായോ? തിരിഞ്ഞോ? ചില ആളുകൾക്ക് ഒരൊക്കെ തിരിയില്ല. നിങ്ങനെ പറഞ്ഞോളൂ. എന്നാ തിരിയില്ല എന്നും തിരിയില്ല. മനസ്സിലായോ? ചില ആൾക്കൊന്നും തിരിയില്ല, എന്നാൽ തിരിയില്ല എന്നും അവനക്ക് തിരിയില്ല. നമ്മുടെ മക്കൾക്കൊക്കെ നാഫിയായ വിജ്ഞാനം നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ സലാം ബൈത്ത് ചൊല്ലുമ്പോ സ്വലാവാത്തി അലൻ നബി വസ്സലാമി സലാം, അതെങ്ങനെയാ ബൈത്ത് ചൊല്ലിക്കാം? അല്ല, ബൈത്തൊന്നും ചൊല്ലിക്കാം. ജവാബിന്റെ ബൈത്തില്ല, അതൊന്നും ചൊല്ലിക്കാൻ ഓർമ്മ വരുന്നില്ല. എന്നാണ് അവിടെ നമ്മളൊക്കെ ചൊല്ലുന്നത്. ആലമി എന്നാണ്. ആലമി തെറ്റാണ്, അങ്ങനെ ചൊല്ലരുത്. നമ്മുടെ സദസ്സിൽ നിന്ന് എല്ലാവരും ചൊല്ലുന്നത് ആലമി എന്നാണ്. ആലമി തെറ്റാണ്, ആനമി എന്നാണ് അവിടെ ഉള്ളത്. മനസ്സിലായോ? അതെല്ലാവരും വളരെ ശ്രദ്ധിക്കുക. ആ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല നമുക്കൊക്കെ മനസ്സിലാക്കാനുള്ള നല്ല ബുദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ. ആരാണ് മുത്തഖി എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. സ്ഥാനത്ത് സംസാരിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തഖ്വയുടെ വിശാലമായ അർത്ഥങ്ങളെക്കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ ഉപന്യാസങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു അനുകൂലത്തിന്റെയോ പ്രതികൂലത്തിന്റെയോ മനോഭാവത്തോടുകൂടെയാണെങ്കിലും ഒരു പണ്ഡിത സദസ്സിൽ നിന്നെങ്കിലും തഖ്വയുടെ വിശാലമായ അർത്ഥങ്ങളെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടവരാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ തഖ്വക്ക് നൽകിയിട്ടുള്ള നിർവചനങ്ങളിൽ വ്യതിരിക്തത കാണാൻ നമുക്ക് കഴിയുമെങ്കിലും അടിസ്ഥാനപരമായി ഒരു ബിന്ദുവില്ലത് കേന്ദ്രീകരിക്കുന്നുണ്ട്. അതെന്താണെന്നല്ലേ? അൽ ഖൗഫു മിനൽ ജലീലി വൽ ഖനാഅതു മിനൽ ഖലീലി വൽ ഇസ്തിഅദാദു മിനർ റഹീലി വൽ അമലു ബിത്തൻസീൽ. തഖ്വയുടെ ഡെഫിനിഷൻ മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ്. പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഒരുപാട് തെറ്റുകളുടെ ഇടയിലൂടെ കടന്നുപോയവരാണ്. അറിഞ്ഞുകൊണ്ടാവാം, അറിയാതെയാവാം, മനഃപൂർവ്വം സംഭവിച്ചതാവാം. സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾ നമ്മളെ തേടിയെത്തിയപ്പോ ശപിക്കപ്പെട്ട പിശാചിന്റെ പ്രലോഭനങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് ഒരുപക്ഷെ തെറ്റുകളിലേക്ക് നീങ്ങിപ്പോയതാവാം. എന്നാൽ മഹാന്മാരായ നമ്മുടെ ആയിമ്മത്ത് തഖ്വയുടെ ഡെഫിനിഷൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അൽ ഖൗഫു മിനൽ ജലീലി. എന്താണ് തഖ്വ എന്നുള്ളതാണ് പറയുന്നത്. അൽ ഖൗഫു മിനൽ ജലീലി വൽ ഖനാഅതു മിനൽ ഖലീലി വൽ ഇസ്തിഅദാദു മിനർ റഹീലി വൽ അമലു ബിത്തൻസീൽ. അൽ ഖൗഫു മിനൽ ജലീലി,
ജലീലായ അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ജീവിതത്തിന്റെ ഏത് ഭാഗത്തേക്ക് എടുത്തു നോക്കിയാലും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം. അല്ലാഹ് എന്നുള്ള ഒരാളെ തേടി പിടിക്കാനുള്ള ശ്രമത്തിലായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ചലനങ്ങൾ. രണ്ടാമതായി കൊണ്ട് മഹാന്മാര് പറഞ്ഞതുപോലെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ആ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ മുമ്പിലിരിക്കും. ഇനി പറയില്ല. ഇനി അങ്ങനെ ചെയ്താൽ ഈ വർഷത്തെ വാഴ നിർത്തി. പറയുന്നതനുസരിക്കാൻ കഴിയാത്ത അതബില്ലാത്ത ആളുകളോട് വാഴ പറഞ്ഞിട്ട് കാര്യമില്ല. അബൂലഹബിനോട് 40 കൊല്ലം വാഴ പറഞ്ഞു. അബൂലഹബിനോട് ആര്? ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹിന്റെ ഉശ്റും ഇഹ്സാറും കൊണ്ട് ഒരാൾ നന്നാവണമെങ്കിൽ നന്നാവേണ്ടതാ. പക്ഷെ അബൂലഹബിനോട് 40 കൊല്ലം വാഴ പറഞ്ഞിട്ട് നന്നായില്ല. എന്നിട്ട് അവസാനം എന്താ ഉണ്ടായെന്നറിയോ? ഒരായത്ത് തന്നെ ഇറക്കപ്പെട്ടു, ഒരു സൂറത്ത് തന്നെ അബൂലഹബിന്റെ പേരിൽ ഇറക്കപ്പെട്ടു. അതുകൊണ്ട് അതബില്ലാത്ത ഒരു സമൂഹമായി നമ്മൾ മാറാൻ പാടില്ല. സദസ്സിന്റെ അതവിന് കേടാണത്. നമ്മുടെ ജീവിതത്തിന്റെ ആദ്യം നമ്മുടെ മാതാപിതാക്കൾ കൊണ്ട് മദ്രസയിൽ ചേർത്തപ്പോൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നത് അതബാണ്. അത് പാലിക്കണം. അത് അന്ന് മാത്രം പഠിക്കാനുള്ള സംഗതി അല്ല. അത് ജീവിതത്തിൽ ഉടനീളം കൊണ്ടുവരാനുള്ള സംഗതിയാണ്. മരണം വരെ അതുകൊണ്ടായിരിക്കണം. നമുക്ക് അല്ലാഹു തആല നല്ല മനസ്സ് നമുക്ക് നൽകട്ടെ. മഹാന്മാര് പറയുകയാണ്, പരിശുദ്ധ ഖുർആൻ അനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യുക. തഖ്വയുടെ രണ്ടാമത്തെ രൂപം കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സുണ്ടാവുക. ഏറ്റവും മുഖ്യമായ ഒരു വിഷയമാണ്. റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ പല ആയത്തുകളും പറഞ്ഞുകൊണ്ട് വ്യാഖ്യാനിക്കുന്ന പുത്തൻവാദികൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല. എന്തൊക്കെയാ വ്യാഖ്യാനിക്കുന്നത്? റബീഉൽ അവ്വലിന് ജാഥ കിട്ടാൻ പാടില്ല, റബീഉൽ അവ്വലിന് പിരിവ് നടത്താനും പാടില്ല, റബീഉൽ അവ്വലിന്റെ ഒരു കാര്യത്തിന് ഞങ്ങൾ സഹകരിക്കില്ല എന്ന് താൻ തോന്നികളെ പോലെ വിളിച്ചു പറയുന്ന ചെറുപ്പക്കാരാ, നിനക്കെന്തറിയാവടാ? ഉഹുദ് മലയോളം എനിക്ക് സമ്പത്തുണ്ടാകുമായിരുന്നെങ്കിൽ ഞാനത് മുഴുവനും എന്റെ റസൂലുള്ളാഹിയുടെ മൗലിദിന് വേണ്ടി ചെലവഴിക്കുമായിരുന്നു എന്ന് പറഞ്ഞതാരാണ്? താബിഈങ്ങളുടെ നേതാവായ സയ്യിദുനാ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. ഖുർആൻ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതെല്ലാവർക്കും അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന സംഗതിയല്ല. അതിൽ മറഞ്ഞു കിടക്കുന്ന ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അത് മഹാന്മാരായ സൂഫിയാക്കളായ ആരിഫീങ്ങളായ ആളുകൾക്ക് മാത്രമേ അത് വ്യാഖ്യാനിക്കാൻ കഴിയൂ. ലാഹിറായി കിടക്കുന്നത് അർത്ഥതലങ്ങൾ മാത്രമേ നമുക്ക് വിശദീകരിക്കാനും വ്യാഖ്യാനിക്കാനും ഒക്കെ കഴിയുള്ളൂ. അതുകൊണ്ട് വെറുതെ ആഖിറ നഷ്ടപ്പെടുത്തി കളയേണ്ട. ഒരു കാര്യം പറയുന്നതിന് മുമ്പ് അതിന്റെ നിജസ്ഥിതി അറിഞ്ഞിരിക്കണം. മുഴുവൻ ഭാഗത്തേക്ക് ഒന്ന് ചിന്തിക്കണം, എന്നിട്ടേ പറയാൻ പാടുള്ളൂ. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. പരിശുദ്ധ ഖുർആൻ മനുഷ്യരാശിയുടെ ജീവിത പദ്ധതിയായ ഖുർആൻ അനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യുക. കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സുണ്ടാവുക. ഒരുപാട് സമ്പത്തുണ്ടായാൽ ആർത്തി വേണ്ട. ഖാറൂനിന്റെ ചരിത്രം അറിയില്ലേ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഖാറൂനും വലിയ ചങ്ങാതിമാരായിരുന്നു. ഒരു ദിവസം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്ത് വന്നിട്ട് ഖാറൂൻ പറഞ്ഞു, അത്രേ എനിക്കൊന്ന് സമ്പത്തുണ്ടാവാൻ അങ്ങ് ദുആ ചെയ്യുമോ? പറഞ്ഞു, ഇതിനാണ് സമ്പത്ത്. സമ്പത്തുണ്ടായാൽ ഒരുപാട് അഹങ്കാരം വരും. 2 ചോദ്യമുള്ളതാ. അത് വേണോ ഖാറൂനെ? എവിടെന്ന് സമ്പാദിച്ചു, എവിടെ ചെലവഴിച്ചു? ഈ 2 ചോദ്യത്തിന്റെ മറുപടി പറയാതെ ഒരാൾക്കും സിറാത്ത് പാലം വിട്ട് കിടക്കാൻ കഴിയില്ല. ഏതാവട്ടെ നിർബന്ധത്തിന് വഴങ്ങി കലീമുല്ലാഹി മൂസ ദുആ ചെയ്തു, റബ്ബേ എന്റെ കൂട്ടുകാരൻ ഖാറൂനിന് റബ്ബേ നീ സമ്പത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹു തആല ഉത്തരവ് നൽകി. അവസാനം സമ്പത്ത് ഒരുപാടുണ്ടായപ്പോ ഖാറൂന്റെ മനസ്സിൽ അഹങ്കാരം വന്നു, കിബർ വന്നു. അവൻ അഹങ്കരിച്ചു. ഖാറൂനിന്റെ ഖജനാവിന്റെ ചാവികൾ 80ഓളം ഒട്ടകങ്ങൾക്ക് ചുമക്കാനുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അത്രത്തോളം സമ്പത്തുണ്ടായി അഹങ്കരിച്ചപ്പോ അല്ലാഹു തആല ഖാറൂനിനെ ഭൂമിയുടെ അടിയിലേക്ക് താഴ്ത്തിയത്രേ. ഖാറൂനിന്റെ കാല് എന്നാണോ 7ാം ഭൂമിയിൽ പതിയുന്നത്, അന്ന് ഖിയാമത്ത് നാളാണ്.
അതുകൊണ്ട് ധാരാളം സമ്പത്തുണ്ടാവാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യല്ലേ. സമ്പത്ത് കിട്ടിയതിൽ ബറക്കത്തുണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. മഹാന്മാർ അതുകൊണ്ടാണ് പറഞ്ഞത് ഖനാഅത്തുൽ ഖലീൽ, ആർത്തി വേണ്ട. ഖനാഅത്തുൽ ഖലീൽ, കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സുണ്ടാവുക. കുറഞ്ഞ ഭക്ഷണമാവട്ടെ, കുറഞ്ഞ വസ്ത്രമാവട്ടെ, കുറഞ്ഞ ചെറിയ വീടാവട്ടെ, കുറഞ്ഞ സൗകര്യങ്ങളാവട്ടെ, കുറഞ്ഞത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സുണ്ടാവുക. കാരണം ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് ഒന്നാം അടിമപ്പെണ്ണ യജമാനത്തിയെ പ്രസവിക്കലാണ്. രണ്ടാമതായി കൊണ്ട് റസൂലുള്ള പറഞ്ഞത് പാവങ്ങളായ ആളുകൾ, ഒന്നിനൊരു നേരത്തെ അന്നത്തിന് പോലും വകയില്ലാത്ത ആളുകൾ, വലിയ വലിയ വാർപ്പിന്റെ വില നിർമ്മിച്ചുകൊണ്ട് അതിൽ താമസം ആരംഭിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സുണ്ടാവുക. എന്തൊക്കെ ഡ്രസ്സുകളാണ് ഇപ്പൊ പെണ്ണുങ്ങൾ ധരിക്കുന്നത്. റബ്ബേ നഊദു ബില്ലാഹ്, അർഹമുർ റഹീമായ റബ്ബേ, വലിയ വലിയ ഫിത്നകളിൽ നിന്നൊക്കെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഈമാൻ കുറഞ്ഞവരാണ് റബ്ബേ. ആട്ടിയും ഉലും കുലുങ്ങിയുമൊക്കെ അന്യാണങ്ങളൊക്കെ ശരീരത്തിന്റെ ഭാഗങ്ങൾ പ്രദർശനം നടത്തുന്ന രീതിയിൽ പെണ്ണുങ്ങൾ നടന്നു പോകുന്ന കാലം വന്നാൽ അപ്പോഴും നീ ഉറപ്പിച്ചോ, ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ചിന്തനം നടത്തുക. നമ്മുടെ കൂട്ടത്തിൽ പെണ്ണുങ്ങളെ ഉണ്ടോ? നിന്റെ വസ്ത്രധാരണ എങ്ങനെയാണ്? ഞാൻ എങ്ങനെയാണ് വസ്ത്രം ധരിക്കുന്നത്? എന്റെ ശരീരഭാഗങ്ങൾ അന്യാണുങ്ങൾ കാണുന്നുണ്ടോ എന്ന് വീട്ടിൽ പോയിട്ട് കണ്ണാടിയുടെ മുമ്പിലൊന്ന് നിന്ന് നോക്കണേ. നിന്റെ ഭംഗി നിനക്കറിയാൻ കഴിയില്ലെങ്കിൽ മറ്റൊരാൾക്ക് എങ്ങനെയാണ് അറിയാൻ കഴിയുന്നത്? അതുകൊണ്ട് പെണ്ണേ, റബ്ബിനെ ഭയപ്പെടാതെ, ഒരു ദിവസം 70,000 ചില്ലാനും പ്രാവശ്യം കത്തിക്കപ്പെടുന്ന നരകത്തെ പേടിക്കാതെ ഹറാമിലേക്ക് വ്യതിചലിക്കല്ല. നരകം ഭയാനകമാണ് കേട്ടോ. സലാമുല്ലാഹി അലൈക യാ റസൂലല്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹി അലൈക യാ ഹബീബല്ലാഹ്, ഫലാ തർദുദ് മഅൽ ഖൈബ ബൽ ജഅൽനാ അലാ ത്വയ്ബ അയാദൽ ഇസ്സ് വൽ ഹൈബ ബിഅഹ്ലിൽ ബദർ യാ അല്ലാഹ്. സ്വലാത്തുല്ലാഹ് അലാ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് യാസീൻ ഹബീബില്ലാഹ്. അതുകൊണ്ട് ഹറാമായ രീതിയിലുള്ള വസ്ത്രധാരണ ചെയ്യല്ലേ. നരകം നിനക്ക് വല്ലാത്ത ഭയാനകരമാണ്. മിഅ്റാജിന്റെ രാത്രിയിൽ അർശും കടന്ന്, ഖുദ്സും കടന്ന്, സിദ്റത്തുൽ മുൻതഹയും കടന്ന്, ബഹറുൻ നൂറും കടന്ന് അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ സപ്തലോകാകാശങ്ങളെ മുഴുവനും വകഞ്ഞു മാറ്റി റബ്ബിന്റെ പരിശുദ്ധമായ ലിഖാഅ് കാണാൻ വേണ്ടിയിട്ട് ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ വസയ്യിദുൽ ആലമീൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാനലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ എണ്ണമറ്റ പ്രവാചകന്മാര് മുഴുവനും അല്ലാഹുവിന്റെ റസൂലിലേക്ക് സ്വാഗതം ഓതിയിട്ടുണ്ട്. മലക്കുകൾ മുഴുവനും അല്ലാഹുവിന്റെ റസൂലിലേക്ക് സ്വാഗതം പറഞ്ഞിട്ടുണ്ട്. വാനലോകത്തിലുള്ള മുഴുവൻ അല്ലാഹുവിന്റെ സൃഷ്ടികളും വളരെ ആദരവോടെ, ബഹുമാനത്തോടെ ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വാഗതമോദിയപ്പോഴും മലക്കുകളിൽ നിന്നൊരു മലക്ക് മാത്രം ഒരു ഭാഗത്ത് മാറി നിന്നിട്ട് കരയുകയാണ്. അദ്ദേഹം നബി ആദരിക്കാൻ വരുന്നില്ല, സ്വാഗതമോദാൻ വരുന്നില്ല. മറ്റുള്ള മലക്കുകൾ വന്നു, പ്രവാചകന്മാര് വന്നു. 1,24,000 ചില്ലാനം വരുന്ന പ്രവാചക ശൃംഖലയും അല്ലാഹുവിന്റെ റസൂലിലേക്ക് സ്വാഗതം പറഞ്ഞപ്പോഴും ഈ മലക്ക് മാത്രം മാറി നിന്നിട്ട് കരയുകയാണ്. തന്റെ സന്തത സഹചാരിയോട് ചോദിച്ചു, എല്ലാവരും എനിക്ക് സ്വാഗതം പറഞ്ഞപ്പോ, എന്നെ ആദരവോടെ ബഹുമാനത്തോടെ സ്വീകരിച്ചപ്പോ എന്തേ ആ മലക്ക് മാത്രം മാറി നിന്നിട്ട് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനെ കൂട്ടിയിട്ട് ആ മലക്കിന്റെ അടുത്തേക്ക് പോയി അത്രേ. എന്നിട്ട് ആ മലക്കിനോട് ചോദിച്ചു അത്രേ, എന്തിനാണ് എല്ലാവരും എനിക്ക് സ്വാഗതമോദാനും എന്നെ ആദരിക്കാനും എന്നെ ബഹുമാനിക്കാനും വന്നപ്പോ നിങ്ങൾ മാത്രമെന്തേ മാറി നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ സമയത്ത് ആ മലക്ക് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ?
അള്ളാന്റെ തിരുദൂതരേ, അള്ളാഹുവിന്റെ നരകം പടക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ണുപോയി കേട്ടോ. അന്ന് മുതൽ ഞാൻ ചിരിച്ചിട്ടില്ല നബിയേ. ഇനി അവസാന നാളെ വരെ എന്റെ വായിൽ നിന്ന് ചിരി ഉണ്ടാവില്ല. ഇന്ന് വരെ ഞാൻ ചിരിച്ചിട്ടില്ല. നരകത്തെ പടക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ട അന്ന് ആ ദിവസം തൊട്ട് ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. ഞാനൊരു ശുഭദിനം പിന്നീട് ഏർപ്പെട്ടിട്ടില്ല. അന്ന് കരഞ്ഞിരുന്ന ആളാ മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് പെണ്ണെ, റബ്ബിനെ പേടിക്കാതെ ഹറാമ് ചെയ്യല്ല. അവസാനം മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ നരകം സന്ദർശിച്ചു, സ്വർഗം സന്ദർശിച്ചു. നരകം സന്ദർശിച്ചപ്പോ ജിബ്രീലിനോട് ചോദിച്ചു, ഇത് പറഞ്ഞു അത്രേ, ഇതിൽ കൂടുതലും പെണ്ണുങ്ങളാണല്ലോ, കാരണമെന്തേ? നരകത്തിൽ കൂടുതലും പെണ്ണുങ്ങളാവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ മറുപടി, നബിയേ ബികുഫ്രിഹിന്ന. എന്താണ് നിങ്ങളെ ഭാര്യമാരിൽ കൂടുതലും ആളുകൾ പെണ്ണുങ്ങളും നരകത്തിലാണ്. എന്തേ കാരണം? സ്ത്രീകളിൽ അധികം പെണ്ണുങ്ങളും നരകത്തിലാണ്. കാരണം അറിയോ? ആ ഉറങ്ങുന്നവരൊക്കെ എണീക്ക്. കാരണം പറയിപ്പോ ഉറങ്ങുന്നുണ്ടോ? ഉറങ്ങരുതട്ടാ. ഉറക്കം വന്നാലും ആ ബാക്കിൽ പോയിരുന്നിട്ട് നല്ല സുഖത്ത് ഉറങ്ങിക്കോളും, ഒരു പ്രശ്നവുമില്ല. എന്താ കാരണം? അൻസാർക്ക മാസം മുഴുവനും കൊല്ലം മുഴുവനും പെണ്ണിന് നല്ല നല്ല ചുരിദാറുകൾ വാങ്ങിക്കൊടുത്തു, മാക്സി വാങ്ങിക്കൊടുത്തു, പർദ്ദ വാങ്ങിക്കൊടുത്തു. ഒരു ദിവസം, ഒരൊറ്റ ദിവസം നിങ്ങളെ വീട്ടിലേക്ക് വരുമ്പോ ഒരു പൊതിയുമില്ലാതെ വരുന്ന കടയിൽ പോയിട്ട് പർച്ചേസ് നടത്തിയിട്ട് പെണ്ണ് പറയാ എന്താണെന്നറിയോ? ഇക്ക ഇന്ന് വരെ എന്റെ ഇക്ക എനിക്ക് വസ്ത്രം വാങ്ങി തന്നിട്ടില്ല. ഒരൊറ്റ കാരണം കൊണ്ടാണ് എന്തേ പെണ്ണ് നരകത്തിലാവാനുള്ള കാരണം. പെണ്ണുങ്ങൾ കൂടി ഇങ്ങനെ ഇരിക്കപ്പെട്ടാൽ ഭയപ്പെടണമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് വളരെയധികം ശ്രദ്ധ ഉണ്ടാവണം. കെട്ട സമൂഹത്തിന്റെ ഇടയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതല്ലേ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിക്കപ്പെട്ടു സ്വർഗത്തിൽ ഒരു കളിമണ്ണിന്റെ രൂപത്തിൽ. നമുക്ക് പൊക്കിൾ എങ്ങനെ ഉണ്ടായെന്നറിയാം? പൊക്കിൾ അതും അറിയില്ല, മദ്രസയിൽ പഠിക്കുന്നില്ല. തൂങ്ങിയാലാണ് പൊക്കിളുണ്ടാവുന്നത്. അതെന്ത് പൊക്കിളാ? പൊക്കിൾ എങ്ങനെ ഉണ്ടായത്? ഈ പൊക്കിൾ കൊടി എങ്ങനെയാണ് ഉണ്ടായത്? നമ്മൾ എവിടെയാണോ മരണപ്പെടുന്നത് ആ സ്ഥലത്തിലെ മണ്ണ് അല്ലാഹു തആല നമ്മുടെ പൊക്കിൾ കൊടിയുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇനി വീട്ടിൽ പോയിട്ട് ഉസ്താദ് പറഞ്ഞല്ലോ എന്റെ പൊക്കിളിന്റെ ഉള്ളില് മണ്ണുണ്ടല്ലോ എന്ന് കരുതിയിട്ട് പൊളിച്ചു നോക്കൊന്നും വേണ്ട, അവിടെ ചെളിയേ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അല്ലാഹു തആല എന്റെ ഉള്ളിൽ വെച്ച് സംവിധാനിച്ചിട്ടുണ്ട്. നിങ്ങൾ എവിടെ മരിക്കണം ആ സ്ഥലത്തിലെ മണ്ണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചൊരു കളിമണ്ണിന്റെ രൂപത്തിൽ വെച്ചിട്ട് ശൈത്താനെ അത് കൂടെ നടന്നു പോകുമ്പോൾ ഇതെന്താ സാധനം എന്ന് പറഞ്ഞിട്ട് മുസബ്ബിഹ വിരൽ കൊണ്ടൊരു കുത്തി വയറ്റിലേക്ക്. അതാണ് പൊക്കിൾ കൊടി. ഏതാവട്ടെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇതുവരെ എന്റെ വിഷയത്തിലേക്ക് കടന്നിട്ടില്ല കേട്ടോ, എന്നാലും പറയാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല ആത്മാവിനെ നൽകി. എന്നിട്ടൊരു അയന്നിങ്ങനെ സ്വർഗത്തിലൂടെ നടക്കുക ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അള്ളാഹ്ക്ക് മനസ്സിലായി എന്തോ ഒരു കുറവുണ്ട് എന്ന്. അവസാനം ഒരു ദിവസം ഉറങ്ങിക്കിടക്കുന്ന ആദമിന്റെ ഏറ്റവും വളഞ്ഞ വാരിയെല്ലുകൊണ്ട് ഒരു പെണ്ണിനെ സൃഷ്ടിച്ചിട്ട് അടുത്ത് കിടത്തി. ഉണർന്നു നോക്കുമ്പോഴേക്ക് നല്ല സൗന്ദര്യമുള്ള സുമുഖിയായ ഒരു സുന്ദരിയായ പെണ്ണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പെട്ടെന്ന് തൊടാൻ പോയി. തൊട്ടു പോകരുത്. മാറ് കൊടുത്തിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാണ് പെണ്ണിനെ സ്പർശിക്കുന്നത്? തൊട്ടു പോകരുത്. എന്ത് മഹറാണ് റബ്ബേ ഈ പെണ്ണിനെ തൊടാൻ, എനിക്ക് ഹലാലായി കിട്ടാൻ പടച്ചവനെ എന്ത് മഹറാണ് ഞാൻ കൊടുക്കേണ്ടത്? ആ സമയത്ത് പറഞ്ഞു, എന്റെ ഹബീബിന്റെ പേരിൽ ഒരു 10 സ്വലാത്ത് ചൊല്ലൂ. സ്വലാത്തിന്റെ ഹബീബിന്റെ മേൽ ചൊല്ലാനോ? എന്താണ് റബ്ബേ നീ പറയുന്നത്? ഈ ബ്രഹ്മാണ്ഡ കടാഹങ്ങളെ മുഴുവനും പടക്കുന്നതിന് മുമ്പ് നീ എന്നെയല്ല പടച്ചത്. പിന്നെ എങ്ങനെയാണ് ഞാനല്ലാത്ത മറ്റൊരു ഹബീബ്? ഞാനല്ലാത്ത നിനക്ക് മറ്റൊരു ഹബീബുണ്ടോ? അല്ലാഹു പറഞ്ഞുകൊണ്ട് ആ പ്രവാചകന്റെ നൂറാനിയത്ത് മാത്രമേ ഞാൻ ഇവിടെ പഠിച്ചു വെച്ചിട്ടുള്ളൂ. അവസാന പ്രവാചകനായിട്ട് ആ പ്രവാചകൻ കടന്നു വരും. എല്ലാ പ്രവാചകന്റെ മുതുകിലൂടെയും കടന്നു പോകുന്നത് ആ പ്രവാചകന്റെ നൂറാനിയത്താ. ഏതാവട്ടെ പെണ്ണിനെ സൃഷ്ടിക്കപ്പെട്ടു. സ്വർഗത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടാ. അല്ലാഹു പറഞ്ഞു
ആ കാണുന്ന വൃക്ഷത്തിന്റെ അടുത്തേക്ക് അടുക്കുക പോലും ചെയ്യരുത് കേട്ടാ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ തിന്നുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്തോളൂ. പെണ്ണിനെ പോയി മടുക്കരുതെന്ന് പറയുന്ന സാധനത്തോടെ നടുക്കാൻ തോന്നുന്ന സ്വഭാവം ഉണ്ടാവും. പാത്രത്തിന്റെ ഒക്കെ കടയിലേക്ക് പിന്നെ കൊണ്ടുപോയാൽ പറയുകയും വേണ്ട. അന്ന് പിന്നെ നമ്മൾ അൻസാർഖാന്റെ ഒക്കെ ഓഫീസ് കൂട്ടി പഠിച്ചവനെ മാസം തികഞ്ഞിട്ട് 1-ാം തീയതി അടുത്ത മാസം തുടങ്ങിയപ്പോ പൈസ കിട്ടി. കരയിലേക്ക് പോകണം, ടൂറടിക്കണം. ഇവർക്കൊരു സ്വഭാവമുണ്ട്, അവരെ കുറ്റപ്പെടുത്തുകയല്ല. പിന്നെ ഭാര്യയും ഭർത്താവും കിടക്കാൻ പോകുമ്പോൾ തലയണ മന്ത്രം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതിലെല്ലാതും അവർ നേടിയെടുക്കും. നേടിയെടുക്കാൻ കഴിയാത്ത ഭർത്താവിനോട്ട് അവർക്ക് പറ്റൂല. വീട്ടിലേക്ക് വരുമ്പോൾ കഥ കടച്ചിട്ട് ഭർത്താവിനെ പുറത്ത് ചവിട്ടത്തെ ചൊട്ടിക്കുന്ന ഭാര്യമാരില്ലേ, അല്ലാ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റബ്ബേ. ഈ ഭൂമി ലോകത്ത് സൃഷ്ടികളുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ എന്റെ റബ്ബനിക്ക് അനുമതി തന്നിരുന്നുവെങ്കിൽ ഭാര്യയോട് ഭർത്താവിന്റെ കാൽപാദത്തിന്റെ അടിയിൽ ഞാൻ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നു എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഭാര്യ നിന്നെ വിശ്വസിച്ചിരിക്കുമ്പോൾ, ഭാര്യ നിന്നെ വിശ്വസിച്ച് വീട്ടിൽ കാത്തിരിക്കുമ്പോ അന്യ പെണ്ണിനോടുകൂടെ അപ്പുറത്ത് സമ്പർക്കം പുലർത്തരുത്. അത് നിന്റെ ഭാഗത്തുള്ള തെറ്റാണ്. അന്യഭാഗത്ത് അന്യ ആണുങ്ങളോട് സമ്പർക്കം പുലർത്തിയിട്ട് നിന്റെ പ്രിയതമയുടെ അടുക്കൽ വരുമ്പോ അവൻ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. നിന്നിലൊരു വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ്. പക്ഷേ ആ കോപ്രാട്ടിത്തരങ്ങൾ കാട്ടി വന്നിട്ട് നീ നിന്റെ പെണ്ണിനോടുകൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നിന്നെ മാലാഖ ശപിക്കുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയത് കാണാം. അതുകൊണ്ട് ഭർത്താക്കന്മാരതും ശ്രദ്ധിക്കുക. ഏതാവട്ടെ പെണ്ണിനോട് പറഞ്ഞു, ഹവ്വാ റളിയല്ലാഹു അൻഹയോടും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടും പറഞ്ഞു, ആ കാണുന്ന വൃക്ഷത്തിന്റെ അടുത്തേക്ക് മാത്രം നിങ്ങൾ അടുക്കരുത്. അവരെന്താ ചെയ്ത? ഹവ്വാ ബി റളിയല്ലാഹു അൻഹുവിനെ പിന്നെ ഇബ്ലീസ് സ്ക്രൂ മുറുക്കിയപ്പോ എനിക്കത് തന്നെയാ വേണ്ടത്. അവസാനം നിർബന്ധത്തിന് വാങ്ങി ഞാൻ എടുത്തു കൊടുക്കുക, ആണുങ്ങൾ എടുത്തു കൊടുക്കാതെ കഴിയില്ല, എന്തായാലും എടുത്തു കൊടുക്കേണ്ടി വരും. അവസാനം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറിച്ചു കൊടുത്തു. പറിച്ചു തിന്നപ്പോ കാഷ്ടിക്ക മുട്ടുന്നുണ്ടത്ര. അള്ളാഹു പറഞ്ഞു, ഇത് കാഷ്ടിക്കാനുള്ള സ്ഥലമല്ല, ഭൂമിയിലേക്ക്. ഭൂമിയിലാണ് കാഷ്ടവും മുത്രവും ഒക്കെ ഉള്ളത്, അങ്ങോട്ട് പോകും. അവസാനം 3000-ഓളം കൊല്ലത്തോളം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരൊറ്റ ദുആ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇന്നലെ ഒരു ദുആ പറഞ്ഞില്ലേ? പറഞ്ഞോ? ഈ അസ്ഹാബുൽ കാഫിന്റെ ഒരു കഥ പറയുന്നുണ്ട് സൂറത്തുൽ കാഫിൽ. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? വല്ല സുപ്രഭാതം പത്രം വായിക്കുന്ന പോലെ ഇങ്ങനെ വല്ലാത്ത വന്നിട്ട് ഇങ്ങനെ ഓതുക തന്നെ. ഇതെന്താണ് അത് പറയുന്നത് എന്താണെന്നൊന്നും അറിയില്ല അല്ലേ? ഏതായാലും അസ്ഹാബുൽ കാഫിന്റെ ഒരു കഥ പറയുന്നുണ്ട്. പിന്നെ അസ്ഹാബുൽ കാഫ് പിന്നെ അതിന്റെ മുമ്പിൽ ഒരു നായ, മറ്റേ അസ്ഹാബുൽ കാഫ് ഇങ്ങനെ കണ്ണു തുറന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവര് എന്ത് ചെയ്യുന്നതാ? ഉറങ്ങാന്നല്ലേ? യഥാർത്ഥത്തിൽ അവർ ഉറങ്ങാണ്. പക്ഷെ എന്താ, അവരിങ്ങനെ കണ്ണ് തുറന്നിരിക്കുകയാണ്, അവരുടെ മനസ്സ് ഉറങ്ങാണ്. അതുപോലെയാണോ? ഇതിൽ എങ്ങനെയായിരുന്നു ഇരുന്നത്? ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ തുറന്നിരിക്കുകയാണ്. പക്ഷെ പറഞ്ഞു വന്നു ഉസ്താദേ, ഞങ്ങൾക്ക് കേട്ടിട്ടില്ല. നമ്മൾ പറയേണ്ടി വരും. റബീഅ പറഞ്ഞതുപോലെ ഞാൻ മുനാഫിക്കാണെന്ന് സമ്മതിക്കേണ്ടി വരും. അങ്ങനെയാണോ റഫീഖിക്ക? പറയേ, അങ്ങനെയാണോ? എന്താ ഉറങ്ങുന്നത്? അല്ല, ചമ്പോത്തിന്റെ കണ്ണുമായി ചോന്നിങ്ങനെ പോകുന്നു. ഉറക്കം വന്നിട്ടാണേ. നല്ല അയക്കുറാന്റെ മാടും കൂട്ടി കഴിച്ചു വന്നിട്ടുണ്ടാവും. അതിന്റെ ഈ ക്ഷീണാണ് ഇതൊക്കെ കാണുന്നത്. ഏതാവട്ടെ ഞാനൊരു ദുആ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. ഇന്നലെ ഞാൻ പറഞ്ഞെന്ന ദുആ നിങ്ങൾക്ക് അറിയില്ല അല്ലേ? അറിയോ? ആർക്കെങ്കിലും അറിയോ? നമ്മൾ പറയുന്ന ഇൽമ മറക്കാതിരിക്കാൻ വേണ്ടി ഞാനൊരു ദുആ പറഞ്ഞു തന്നിട്ടില്ലേ? മറന്നുപോയോ? ഈ പ്രശ്നം തന്നെയാണ് സ്വഹാബത്തിന്റെ കൂട്ടത്തിലും ഉണ്ടായിരുന്നത്. അവർ പഠിക്കുന്ന വിജ്ഞാനങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ മറന്നുപോവാൻ. അത് മറക്കാതിരിക്കാനാണ് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ദുആ ചെയ്തത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ ലാ യുൻസാ. പഠിച്ചവനെ, എനിക്ക് മറക്കാത്ത വിജ്ഞാനം നൽകണേ. ഇനി നാളെ ചോദിച്ചാൽ കിട്ടുമോ? പേപ്പറും പേരൊക്കെ ഉണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തോളൂ, ഏത് വേണമെങ്കിലും ചെയ്തോളൂ. നാളെ ചോദിക്കും കേട്ടാ. വെള്ളിയാഴ്ച ചൊല്ലേണ്ട ഒരു ബൈക്ക് ഞാൻ പറഞ്ഞു തരും. ഇന്നൊക്കെ അമലാണ് അല്ലേ? ഇന്നൊക്കെ അമലാണ്.
ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പുറത്താക്കിയ അന്ന് തൊട്ട് അതിനെ പുറത്താക്കിയ എന്തിന്റെ അടിസ്ഥാനത്തിലാ അത് പറയും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇബ്ലീസിനെ പുറത്താക്കിയ എന്തിന്റെ അടിസ്ഥാനത്തിലാ? ആദം നബിക്ക് സുജൂദ് ചെയ്യാത്തതിന്റെ പേരിൽ അല്ലേ? അതല്ലേ? ആദം നബിക്ക് സുജൂദ് ചെയ്യാത്തതിന്റെ പേരിലല്ലേ പിന്നെ ഇബ്ലീസിനെ പുറത്താക്കിയത് അല്ലേ? ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞവരൊക്കെ ഇവിടെ ഇബ്ലീസ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് സാഷ്ടാംഗ പ്രണാമം അർപ്പിക്കാത്തതിന്റെ പേരിൽ ഇബ്ലീസിനെ അല്ലാഹു തആല പുറത്താക്കിയിട്ടില്ല. ഇപ്പൊ പറയുന്നുണ്ട് ഞങ്ങളൊക്കെ മദ്രസയിൽ പഠിക്കുന്ന എന്താ സജദൽ മലായികത്തു കുല്ലുഹും ഇല്ലാ ഇബ്ലീസ. ഇതാണ് ഞങ്ങൾ പഠിക്കുന്നത്. ഇയാൾ വന്നിട്ട് എന്തൊക്കെയോ റബീഉൽ അവ്വൽ 1 മുതൽ ഇന്ന് 4ാമത്തെ രാത്രി എന്തൊക്കെ ഇയാൾ പറയുന്നുണ്ട്. ഞാൻ സത്യത്തിൽ പൊട്ടനാണ് കേട്ടോ. നിങ്ങളൊക്കെ ബുദ്ധിയുള്ള ആളുകളാണ്. അല്ലാഹു തആല ബുദ്ധി നിലനിർത്തി തരട്ടെ. ഇബ്ലീസിനെ എന്തിനാ പുറത്താക്കിയത്? അവൻ വിസമ്മതിച്ചു. അപ്പോഴും അല്ല പുറത്താക്കിയിട്ടില്ല. കിബറിന്റെ മേൽവസ്ത്രം അവൻ അണിഞ്ഞുപോയി. ആകാശത്തിലും ഇബ്ലീസിന്റെ പേര് അല്ലാഹു തആല എഴുതി വെച്ചിരുന്നു. മലക്കുകളുടെ അധ്യക്ഷ പദവി അലങ്കരിച്ചപ്പോ അവസാനം മുന്നേ ഒരു വാക്ക് പറഞ്ഞു പോയി. തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ എങ്ങനെയാണ് മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിനൊക്കെ സുജൂദ് ചെയ്യുന്നത്? ഈ ഒരു വാക്ക് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇബ്ലീസിനെ പുറത്താക്കിയത്. ഏതാവട്ടെ, നമ്മുടെ വിഷയം എന്താ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പുറത്താക്കിയിട്ട് പിന്നീടുള്ള ഒരു ദുആ മാത്രമാണ് ചെയ്തത്. ആ ദുആ ചെയ്തിട്ട് ആദമ കരഞ്ഞിട്ട് കണ്ണുനീരുട്ടിയ സ്ഥലത്താണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള ഊദ് വൃക്ഷം ആദ്യമായിട്ടുണ്ടായത്. ആ കണ്ണുനീരുട്ടിയ സ്ഥലത്താണ് ചന്ദനമരം ആദ്യമായിട്ട് മുളച്ചത്. ആ ദുആ ചെയ്തുകൊണ്ട് കണ്ണുനീരുട്ടിയ സ്ഥലത്താണ് സ്വർഗത്തിലെ പഴം എന്നറിയപ്പെടുന്ന ഇഞ്ചി ആദ്യമായിട്ട് മുളച്ചത്. ഒരൊറ്റ ദുആ. ആ ദുആ ചെയ്തിട്ട് ഇന്ത്യയിലൂടെ ഒക്കെ അദ്ദേഹം ഹജ്ജിന് വന്നിട്ടുണ്ട്. ആ വരുമ്പോഴാണ് ഒരു കാല് പാറപ്പള്ളിയിൽ പതിഞ്ഞു പോയത്. പാറപ്പള്ളി പോയിട്ടുണ്ടോ? ഊട്ടി പോയിട്ടുണ്ടോ? കൊടൈക്കനാൽ പോയിട്ടുണ്ടോ? ഇവിടെ ഒന്നും പോയിട്ടില്ല. നിങ്ങൾ വരും ഈ മറ്റേ ചുറ്റുവട്ടത്തിലും കടലുള്ള ഈ ദൂരത്തിൽ മാത്രമേ ഒതുങ്ങിക്കൂടാ. ഭൂമിയിലൂടെ യാത്ര ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? എന്തിനു വേണ്ടിയിട്ടാ? ഖുർആൻ പറഞ്ഞ ഭൂമിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാ? എന്റെ ഭൂമിയിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ആ ദൃഷ്ടാന്തങ്ങൾ മുഴുവനും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കണ്ടെത്താൻ കഴിയും. നിങ്ങൾക്ക് എന്നെ കണ്ടെത്താൻ കഴിയും. പക്ഷെ നിങ്ങൾ എന്നെ കണ്ടെത്തിയില്ല. നിങ്ങൾ ഹൃദയത്തിന്റെ 1ാമത്തെ സ്റ്റേജിലാണ് ഉള്ളത്. ഹൃദയത്തിന് 5ഓളം സ്റ്റേജുകളുണ്ട് അല്ലേ? നമ്മൾ 1ാമത്തെ സ്റ്റേജിലല്ലേ ഉള്ളത്? എന്തായാലും ഒന്നും പറയാത്തത്? യെസ്, നമ്മൾ 1ാമത്തെ സ്റ്റേജിലാണ്. എന്താ 1ാമത്തെ സ്റ്റേജ്? ശരീരം എന്താണോ നമ്മളോട് ഇച്ഛിക്കുന്നത് അത് നമ്മൾ ചെയ്യുന്നവരാ. അതാണ് 1ാമത്തെ സ്റ്റേജ്. പക്ഷേ മഹാന്മാര് മുഴുവനും എന്താ ചെയ്തതെന്നറിയോ? ഈ ദുനിയാവ് അവരെ ചതിക്കുയിൽ വീറ്റുകയാണ്. വഞ്ചനയുടെ കടവറയാണ് ഭൗതികമായ ലോകം എന്നവർക്ക് മനസ്സിലായപ്പോൾ ഈ ദുനിയാവിനെ പാടെ അവർ പലാക്ക് ചൊല്ലിപ്പോയി. ആ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരാം. 3000ഓളം വർഷം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് ഒരൊറ്റ ദുആയാണ് ഉണ്ടായിരുന്നത്. ആ ദുആ ചെയ്ത് കരഞ്ഞ് 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 കേണപേക്ഷിച്ചു സയ്യിദുനാ അബൂനാ അബുൽ ബശർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം. നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും ദുആ ചെയ്യേണ്ട ദുആയാണ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഈ ദുആ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ദുആയാണ്. ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ മുഴുവനും ഹൃദയത്തെ വിചിന്തനം ചെയ്തിട്ട് വിചാരണ ചെയ്തിട്ട് ഒറ്റക്കിരുന്ന രഹസ്യമായിട്ട് റബ്ബിനോട് കരഞ്ഞു പറയേണ്ട ദുആയാണ്. എന്താ അതിന്റെ അർത്ഥമല്ലേ? റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, വലംനാ, ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തോട് അനേകം അക്രമം ചെയ്തവരാണ്. നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ ലനകൂനന്ന മിനൽ
ഞങ്ങൾ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ പെട്ടുപോകും. അതുകൊണ്ട് റബ്ബേ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. ഈ ഒരു ദുആ നമ്മുടെ ജീവിതത്തിലുടനീളം പകർത്തേണ്ടതുണ്ട്. ഒരുപാട് തെറ്റ് ചെയ്യുന്നവരാണ് നമ്മളൊക്കെ, ഒരുപാട് തെറ്റ് ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് തെറ്റ് ചെയ്ത് ഹൃദയം മലീനസമായപ്പോ മഹാന്മാർ മുഴുവനും കരഞ്ഞുകൊണ്ട് റബ്ബിലേക്കൊന്ന് തിരിച്ചു നടന്നുപോയത്. إن لله عبادا فطنا طلقوا الدنيا وخافوا الفتنا نظروا فيها فلما علموا أنها ليست لحي وطنا جعلوها لجة واتخذوا صالح الأعمال فيها سفنا. വഞ്ചനയുടെ കലവറയായ ഭൗതികമായ ലോകം അവരെ വഞ്ചിക്കുകയാണ്, പൂർണ്ണമായും ഈ ദുനിയാവ് അവരെ ചതിക്കുകയാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഇവിടെ മുഴുവനും ഫിത്നയാണ്. ഒരുത്തൻ മറ്റൊരുത്തനെ പരിഹസിക്കുകയാണ്, മറ്റൊരുത്തൻ ഇവനെ പരിഹസിക്കുകയാണ്. മുത്തവന്മാരെ ബഹുമാനിക്കുന്നില്ല, ഭർത്താക്കന്മാരെ ആദരിക്കുന്നില്ല. മൊബൈൽ രോഗം അധികരിച്ചതോടുകൂടെ നമ്മുടെ ബുദ്ധിയുടെ ഭ്രമം പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫിത്നയാണെന്ന് മഹാന്മാർക്ക് ബോധ്യപ്പെട്ടപ്പോൾ അവര് ദുനിയാവിനെ പാടത്തൊലാക്ക് ചൊല്ലിയത്രേ. അവർ ചെയ്തെന്താണെന്നറിയോ? അള്ളാഹുവിന് വേണ്ടി ധാരാളം കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി. സ്വാലിഹൽ അഅ്മാലി ഫീഹാ സുഫ്നാ. ആ കർമ്മങ്ങളൊക്കെ ഒരു കപ്പലിൽ കയറ്റിയിട്ട് അവർ യാത്ര തുടങ്ങിയത്രേ. ഇനി അവരുടെ യാത്രക്ക് തിരശ്ശീല വീഴുന്നത് എന്നാണോ അള്ളാഹുവിന്റെ അലങ്കനീയമായ വിലക്ക് കീഴടങ്ങിയവർ ലോകത്തിൽ നിന്ന് വേർപിരിയുന്നത്, അന്ന് അവരുടെ യാത്രയും അവസാനിക്കുകയാണ്. നമ്മളൊക്കെ ദിനം പ്രതി ഹറാമ് കണ്ട് കടുങ്കപാത്രം പോലെ തിളങ്ങിക്കിടന്ന നമ്മുടെ ഹൃദയം കറുത്ത പാടുകൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും മനുഷ്യന്റെ ബോധം വരുന്നില്ല. അല്ലാഹു ചോദിക്കുന്നുണ്ടല്ലോ, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ. നിന്നെ വെറുതെ പടച്ചതാണെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നിന്നെ പടച്ചതിന്റെ പിന്നിൽ അല്ലാഹുക്ക് ഒരുപാട് ലക്ഷ്യമുണ്ട്. ജീവിച്ച് ഞാൻ ഇത്ര ആയുസ് വരെ എത്തിയിട്ട് അല്ലാഹുവിനക്ക് ശുക്രിന്റെ സുജൂദ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല. ഒരുപാട് അനുഗ്രഹങ്ങൾ കാണാനല്ല മനോഹരമായ കണ്ണ് തന്നു, പ്രവർത്തിക്കാൻ നമുക്ക് കരങ്ങൾ തന്നു, നടന്നു പോകാൻ കാലുകൾ നൽകി. പക്ഷേ ഈ അനുഗ്രഹങ്ങളൊക്കെ അല്ലാഹു തന്നിട്ടും നമ്മൾ നന്ദി കെട്ടവരാ, നമ്മൾ നന്ദിയില്ലാത്തവരാ. നമ്മൾ അല്ലാഹുക്ക് ഇന്ന് വരെ ശുക്രിന്റെ സുജൂദ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ഇന്ന് വീട്ടിലേക്ക് പോയാൽ നമ്മുടെ പ്രൈവറ്റ് റൂമിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് സ്വന്തം ശരീരത്തോട് ചോദിക്കണം, ഞാൻ ഇന്ന് വരെ റബ്ബേ ഒരുപാട് അനുഗ്രഹങ്ങൾ നീ എനിക്ക് നൽകിയിട്ടും നിനക്ക് വേണ്ടിയിട്ടൊന്ന് സുജൂദിൽ നിനക്കറിയാൻ എനിക്ക് സമയം കിട്ടിയില്ലല്ലോ. മഹാനായ സയ്യിദുനാ, ലോകം കണ്ട പ്രതിഭാശാലിയായ സ്വഹാബി വര്യൻ, ഇസ്ലാമിന്റെ റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, താൻ ഖലീഫയായിരിക്കുമ്പോൾ യൂഫ്രട്ടീസിന്റെ നടുവിലൂടെ അടുത്തുകൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അതിന്റെ വഴികളൊക്കെ ഇങ്ങനെ പൊട്ടിക്കിടക്കുന്നത് കണ്ടപ്പോൾ അന്ന് രാത്രി തന്റെ വീട്ടിൽ കയറിയിട്ട് തന്റെ റൂമിന്റെ വാതിലടച്ചിട്ട് ഒരു ചാട്ടവാറെടുത്ത് തന്റെ കുപ്പായം മുഴുവനും വലിച്ചു മാറ്റിയിട്ട് തന്റെ ശരീരത്തെ അടിച്ചിട്ട് ഹിസാബ് ചെയ്ത മഹാനാ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ദുനിയാവിൽ നിന്ന് ഞാൻ ഒരിക്കൽ മരണപ്പെട്ടു പോകുമല്ലോ എന്നുള്ള ഒരു ചിന്ത വന്നപ്പോ അവർ അല്ലാഹുവിലേക്ക് വല്ലാതെ അടുത്തുപോയി. അത്രേ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു കേട്ടിട്ടില്ലേ? നമ്മുടെ മദ്ഹബിന്റെ ഇമാമാ. വൈഡ് കൈറോ യൂണിവേഴ്സിറ്റിയുടെ മുമ്പിലൂടെ തന്റെ ദർസ് പഠനവും പൂർത്തിയാക്കിയിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ തായ് ഭാഗത്തേക്ക് നോക്കിയിട്ടാണ് ഇമാം ഷാഫി നടന്നു പോകുന്നത്. അവസാനം ഒരു ശബ്ദം കേട്ടപ്പോൾ മുകളിലേക്കൊന്ന് തലപൊക്കിയപ്പോൾ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ കാണാൻ കഴിഞ്ഞത് ഒരു അന്യ പെണ്ണിന്റെ കാലിന്റെ വെളുപ്പാ. എടാ ചെറുപ്പക്കാരാ, നാളെ സലീമലി ഫൈലിക്കെതിരെ തിരിയണ്ട, സോഷ്യൽ മീഡിയയിലൂടെ തിരിയണ്ട. അത് തിരിയുന്നതിന് മുമ്പ് നീ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇന്ന് ഈ വയത് കഴിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് പോയാൽ നിന്റെ അടുപ്പിൽ നിന്നുള്ള അടുക്കളയിൽ നിന്നൊരു തീക്കനലെടുത്ത് നിന്റെ കയ്യിൽ പിടിച്ചിട്ട് നീ ചോദിക്കണം, എത്ര അന്യ പെണ്ണുങ്ങൾക്ക് ഞാൻ ഷെയ്ഖ് കൊടുത്തുപോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ ദീൻ അനുസരിക്കാതെ
പരിശുദ്ധമായ മതത്തിന്റെ വിശിഷ്ടമായ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കേണ്ട നമ്മൾ ഈ മതത്തെ പാടെ ഒഴിവാക്കിക്കൊണ്ട് താന്തോന്നികളായ ദീനിന്റെ വിധിവിലക്കുകളെ കൈകാര്യം ചെയ്തിട്ട് റബ്ബിനെ പേടിക്കാതെ എത്ര പെണ്ണുങ്ങളോടുകൂടെയാണ് ഞാൻ ചേർന്നിരുന്നത്, എന്റെ കൈ എത്ര പെണ്ണിന്റെ കഴുത്തിലൂടെയാണ് ഞാൻ കൂത്തുപിടിച്ചത്, എത്ര പെണ്ണിനിക്കാണ് ഞാൻ എന്റെ കൈ വെച്ചു കൊടുത്തത്. മോനെ, നിന്നെ അള്ള വെറുതെ വിടില്ല. ഒരു ദിവസം അല്ലാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് കീഴടങ്ങി ഖബറിലേക്ക് പോകുമ്പോൾ നിനക്ക് താങ്ങ് തന്നവർ ഇവിടെ ഉണ്ടാകും. രാഷ്ട്രീയ തമ്പുരാക്കന്മാര് നിന്റെ കൂടെ ഉണ്ടാവില്ല. എല്ലാവരും നിന്നെ സ്നേഹിച്ച, നിന്നെ ഇഷ്ടപ്പെട്ട, നിന്നെ ഇവിടെ പ്രസവിച്ചു തന്ന നിന്റെ ഉമ്മ, നിന്റെ ഉപ്പ, ബന്ധുക്കളെല്ലാം വിരമിച്ച് കഴിയും. പക്ഷേ എല്ലാവരും നിന്നെ ഖബറിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നിന്റെ മയ്യത്ത് ആ ഇരുട്ടറയിലേക്ക് തള്ളിവിട്ടിട്ട് അവസാനത്തെ ആളുടെ ഏഴാമത്തെ കാൽപാദവും കൂടെ വിട്ട് കിടന്നാൽ നീ ഏകാന്തതയുടെ ഖബറിൽ ഒറ്റക്കാണ്. ആ ഖബറിന്റെ ഉള്ളിലേക്ക് റോമാൻ എന്ന് പറയുന്ന ഒരു മലക്ക് വരുമത്രേ. എന്നിട്ട് നിന്നോട് പറയും, എണീക്കടാ, എടാ ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരികളാ, യുവതികളെ എണീക്കടാ. എന്നിട്ട് എണീച്ചിട്ട് ഇരിക്കടാ. എണീറ്റ് ഇരിക്കുമ്പോൾ റോമാൻ എന്ന മലക്ക് പറയുമത്രേ, നിന്റെ ആ കഫം മുടവ കടലാസാക്കടാ. ആ കടലാസിന് എഴുതാൻ പേനയില്ലല്ലോ, നിന്റെ മുസബ്ബിഹ വിരല് പേനയാക്കടാ. മഷിയവിടെ നിന്റെ തുപ്പുനീര് മഷിയാക്കടാ. നീ ജീവിതകാലത്ത് ചെയ്ത സാഹചര്യങ്ങൾ നിന്നെ തേടിയെത്തുമ്പോ തെറ്റിലേക്ക് വഴിപോയ തെറ്റുകുറ്റങ്ങൾ ചെയ്തതെല്ലാം നീ എഴുതടാ. നിന്റെ കൈകൊണ്ട് എഴുതാൻ നീ മടി കാണിക്കുമ്പോഴും നിന്റെ കൈ ഇങ്ങനെ ചലിക്കുമത്രേ. അതുകൊണ്ട് മോനെ, റബ്ബിനെ ഭയപ്പെടണേ. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു യൂണിവേഴ്സിറ്റിയുടെ മുമ്പിലൂടെ പോയപ്പോൾ വീട്ടിലേക്ക് പോവാണ്. അന്യ പെണ്ണിന്റെ കാലിന്റെ വെളുപ്പ് കണ്ടപ്പോൾ പിറ്റത്തെ ദിവസം ദർസിലേക്ക് വന്നപ്പോൾ ഇന്നലെ എടുത്ത പാഠങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ മഹാനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈക്ക് ഉത്തരം പറയാൻ കിട്ടുന്നില്ല. അവസാനം ഉസ്താദ് ചോദിച്ചു അത്രേ, അതെ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണല്ലോ നീ, പക്ഷേ നിനക്ക് എന്ത് പറ്റിപ്പോയി? നല്ല പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷേ നിനക്ക് എന്താ സംഭവിച്ചത്? ആ സമയത്ത് മഹാനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ പറഞ്ഞത് എന്താണെന്നല്ലേ, ഉസ്താദേ, ഇന്നലെ ഈ കിതാബ് ഓത്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ എന്റെ കണ്ണുകൊണ്ട് ഹറാബ് കണ്ടുപോയി. അതിന്റെ കാരണം കൊണ്ട് എനിക്ക് ഇൽമ പഠിയുന്നില്ല. എന്താണ് അല്ലാഹുവിന്റെ നൂറാനിയത്താകുന്ന വിജ്ഞാനമെന്നറിയോ? അൽ ഇൽമു നൂറുല്ലാഹി ഹഖാ വ നൂറുല്ലാഹി ലാ യുഅതാ ലിആസി. അല്ലാഹു തആല അവന്റെ നൂറാനിയത്ത്, മഅരിഫത്തിന്റെ നൂറാനിയത്ത്, അത് ലാ യുഅതാ ലിആസി. ദോഷം ചെയ്ത് നടക്കുന്ന ആളുകൾ, തെറ്റ് ചെയ്ത് നടക്കുന്ന ആളുകൾ, തെറ്റ് ചെയ്ത് പളുങ്ക പാത്രം പോലെ തിളങ്ങിക്കിടന്ന അവന്റെ ഹൃദയം കറുത്ത പാട് വീണുപോയവനിക്ക് അള്ള നൽകില്ല. ഇമാമുന ശാഫിഈ ആരാണെന്നറിയോ? 7ാമത്തെ വയസ്സിൽ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയ. ഇതും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വഴക്ക് നിർത്തുകയാണ്. 7ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ, 10ാമത്തെ വയസ്സിൽ ഹദീസ് മുഴുവനും മനഃപ്പാഠമാക്കിയ, 15ാമത്തെ വയസ്സിൽ ലോകം കാതയായി കൊണ്ടവരോധിക്കപ്പെട്ട, ലോകം കണ്ട മഹാനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ അവസാനം തന്റെ മരണത്തിന്റെ വക്കിലേക്ക് എത്തിയപ്പോൾ പാട്ടുപാടിയല്ലോ, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുൽ ദംബിൽ അളീം. ഇൽമിന്റെ ഹിമാലയങ്ങൾ നൽകപ്പെട്ട ഇമാമുന ശാഫിഈ എല്ലാ ഫന്നുകളും കൈകാര്യം ചെയ്യാൻ അല്ലാഹു തആല കഴിവ് കൊടുക്കപ്പെട്ടയാൾ മഹാനായ ഇമാമുന ശാഫിഈ ഒരിക്കൽ തന്റെ റൂമിൽ ഇരുന്നു കൊണ്ട്, തന്റെ പ്രൈവറ്റ് റൂമിൽ ഇരുന്നു കൊണ്ട്, അപ്പുറത്ത് ശിക്ഷകളങ്ങളിൽ ഇരുന്ന് കിതാബ് ഓതുന്നുണ്ട്. അപ്പോൾ ഇരുന്ന് ഉറക്കപ്പാടി റബ്ബിനെ ഭയപ്പെട്ടപ്പോൾ ഞാൻ സ്വലിഹീങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നയാളാണ്, ഞാൻ മുത്തഖീങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നയാളാണ്, ഞാൻ ആരിഫീങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നയാളാണ്. പക്ഷേ
ലിഹിൽ ശഫാഅ, ഞാൻ ആ സ്വാലിഹീങ്ങളിൽപ്പെട്ടയാളല്ല, പക്ഷേ അവർക്ക് ആ സ്വാലിഹീങ്ങൾ കാരണമായിട്ട് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് എനിക്ക് ലഭിച്ചേക്കാം. ഈ അർത്ഥം വരുന്ന പാട്ട് കവിത ആലപിച്ചപ്പോൾ തന്റെ ശിഷ്യനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഉസ്താദിന്റെ റൂമിന്റെ വാതിലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അത്രേ, ഉഹിബ്ബുസ്സാലിഹീന വഅൻത മിൻഹും ലഅല്ലി അൻഅനാല ബിക ശഫാഅ. അല്ലാഹു തആല അനുഗ്രഹിച്ച ഇൽമിന്റെ ബഹർ പോലെ ഈ സമുദായത്തിന് സമ്മാനിച്ച ഇമാമുന ശാഫിയോട് ആ ഒരു അർത്ഥം വരുന്ന ബൈത്ത് ഇമാം ശാഫി പാടിയപ്പോ തന്റെ ശിഷ്യനാകുന്ന മറ്റൊരു മദ്ഹബിന്റെ ഇമാം മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു വന്നിട്ട് പറഞ്ഞെന്താണെന്നറിയോ? ഉസ്താദിന്റെ റൂമിന്റെ വാതിലിന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഉഹിബ്ബുസ്സാലിഹീന വഅൻത മിൻഹും, ഞാനും സ്വാലിഹീങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നയാളാ, പക്ഷേ വഅൻത മിൻഹും, മഹാനവറുകളെ നിങ്ങൾ ആ സ്വാലിഹീങ്ങളിൽപ്പെട്ടയാളാ. അങ്ങ് കാരണമായിക്കൊണ്ട് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് എനിക്ക് ലഭിച്ചേക്കാം. ഈ പറഞ്ഞ ഇമാമുന ശാഫിയാണ് പറയുന്നത്, ഇലാഹി ലസ്തു ഫിൽ ഫിർദൗസി അഹിലാ, ഞാൻ സ്വർഗ്ഗത്തിൽ കടക്കാൻ അർഹനല്ല. ആരാണ് പറയുന്നത്? 7ാമത്തെ വയസ്സിൽ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയ, 10ാമത്തെ വയസ്സിൽ 1,00,000 ചില്ലാനും റസൂലുള്ളാഹിന്റെ ഹദീസ് മുഴുവനും മനഃപ്പാഠമാക്കിയ, 15ാമത്തെ വയസ്സിൽ തന്നെ ലോകം കാളിയായി കൊണ്ടവരോധിക്കപ്പെട്ട, ലോകം കണ്ട പ്രതിഭാശാലനായ പണ്ഡിതൻ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ അല്ലാഹുവിലേക്ക് അലിഞ്ഞു ചേർന്നപ്പോൾ പറഞ്ഞ വാക്കാ, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ, ഞാൻ സ്വർഗ്ഗത്തിൽ കടക്കാൻ അർഹനല്ല. വലാ അഖ്വാ അലാ നാരിൽ ജഹീം, നരകത്തിൽ കടക്കാനൊട്ട് ശക്തിയും എനിക്കില്ല. അതുകൊണ്ട് റബ്ബേ, അർഹമുർ റഹീമായ രാജാതിരാജനായ സർവാധിപതിയായ സർവേശ്വരനായ സർവലോകത്തെയും അടക്കി ഭരിച്ച് പരിപാലിച്ചു പോറ്റുന്ന ജയനികന്താവായ റബ്ബേ, ഫഹബിലേ തൗബതൻ വഗ്ഫിർ ദുനൂബി, നിന്റെ ഓശാനമായിക്കൊണ്ട് പശ്ചാത്താപത്തെ എനിക്ക് തന്നിട്ട്, നിന്റെ സമ്മാനമായിക്കൊണ്ട് പാരിതോഷികമായിക്കൊണ്ട് ഹിബത്തായിക്കൊണ്ട് ആ പശ്ചാത്താപത്തെ എനിക്ക് തന്നിട്ട് വഗ്ഫിർ ദുനൂബി, എന്റെ ദോഷങ്ങളൊക്കെ അർഹമുർ റഹീമായ റബ്ബേ പൊറുക്കണേ അല്ലാഹ്. നീ ആരാണ് റബ്ബേ? ഫഇന്നക ഗാഫിറുൽ ദംബിൽ അദീം, എത്ര വലിയ കഠിന കഠോരമായ തെറ്റുകൾ ചെയ്തവർക്കും പുറത്തവരല്ലേ റബ്ബേ. അല്ലാഹുവേ, തെറ്റ് ചെയ്ത് മണ്ണവാരി വലിച്ചെറിഞ്ഞിട്ട് ഞാൻ ഹറാമ് കണ്ട കണ്ണ റബ്ബേ, ഇനി എനിക്ക് ഈ കാഴ്ച ശക്തി തരല്ലേ എന്ന് റളിയല്ലാഹു അൻഹുവിനക്ക് പുറത്തു കൊടുത്ത റബ്ബാണല്ലോ. അല്ലാഹുവേ, പ്രവാചകൻ മുഹമ്മദിന്റെ തലയിറക്കാൻ വന്ന സുറാഖത്ത് ബിൻ മാലിക്കിന്റെ കുതിര പിടിച്ചു വെച്ചല്ലോ ഭൂമി, ആ സുറാഖത്ത് പുറത്തു കൊടുത്ത റബ്ബാണല്ലോ നീ. വലിയ വലിയ തെറ്റ് ചെയ്തവർക്കൊക്കെ എന്റെ മഅരിഫത്തിന്റെ നൂറാനിയത്ത് ഇട്ടുകൊടുത്ത റബ്ബാണല്ലോ നീ. അതുകൊണ്ട് എന്റെ ദോഷങ്ങളൊക്കെ പുറത്തു തരണേ അല്ലാഹ്. ഒരു വാക്ക് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിലേക്കൊന്ന് തിരിച്ചു നടക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക. ദുനിയാവിന്റെ ഭ്രമം തലക്ക് പിടിച്ച് ഇതിൽ മത്താമാരായിട്ട് ദുനിയാവിന്റെ ഓരോ അലങ്കാരങ്ങൾ കണ്ടിട്ട് അതിൽ നമ്മൾ അഡിക്റ്റായി പോകരുത്. നമുക്ക് അല്ലാഹുവിലേക്ക് തിരിച്ചു നടക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ് എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.